ഹാപ്പി വിമൻസ് ഡേ, വിമൻ എംപവർമെന്റ്, റെസ്പെക്ട് വിമൻ. ലോക വനിതാ ദിനത്തിൽ കേൾക്കാൻ സുഖമില്ലാത്തൊരു വാർത്തയാണ് കർണാടകയിലെ ഹംപിയിൽ നിന്ന് വരുന്നത്. 20-നും 25-നും ഇടയിൽ പ്രായമുള്ള ഒരു മൂവർ സംഘം നടത്തിയ ക്രൂരകൃത്യം. കൊലപാതകം, കൂട്ടബലാത്സംഗം, അതും നമ്മുടെ നാട് കാണാനെത്തിയ അതിഥികളെ. ഇസ്രായേലിലെ യുവതി താമസിച്ചിരുന്ന ഹോം സ്റ്റേ ഉടമയായ യുവതിയും കൂട്ടബലാത്സംഗത്തിന് ഇരയായി. മറ്റെവിടെയുമല്ല, കേരളത്തിൽ നിന്ന് വിളിച്ചാൽ കേൾക്കുന്ന അകലത്തിൽ, തെക്കൻ കർണാടകയിലെ ഹംപിയിൽ. അതെ, യുനെസ്കോ ലോക പൈതൃക സൈറ്റായ ഹംപിയിൽ നടന്ന ഈ ക്രൂരകൃത്യം മേഖലയിലെ മാത്രമല്ല, ഇന്ത്യ എന്ന മഹാരാജ്യത്തിലെ തന്നെ വിനോദസഞ്ചാരികളുടെ സുരക്ഷയെ ആശങ്കപ്പെടുത്തുകയാണ്. ചിറക് വയ്ക്കട്ടെ, ചിറക് മുളയ്ക്കട്ടെ എന്ന് വേണ്ട ബഹളം ആയിരിക്കുമല്ലോ ഇന്നേ ദിവസം മുഴുവൻ സോഷ്യൽ മീഡിയയിൽ. എന്നാൽ ഓരോ നിമിഷവും സ്ത്രീകൾ ഭാരതത്തിൽ സുരക്ഷിതരല്ല എന്ന് വിളിച്ചു പറയുന്ന സംഭവങ്ങൾ മാത്രമാണ് നടക്കുന്നത്. ഹംപിക്കടുത്തുള്ള സനാപൂർ തടാകത്തിന്റെ തീരത്ത് വെച്ച് 27 വയസ്സുള്ള ഒരു ഇസ്രായേലി വനിതാ ടൂറിസ്റ്റിനെയും 29 വയസ്സുള്ള ഒരു ഹോം സ്റ്റേ ഉടമയെയും അക്രമികൾ ബലാത്സംഗം ചെയ്തു. ഈ സമയം ഇരുവരോടൊപ്പം ഉണ്ടായിരുന്ന ഒഡീഷയിൽ നിന്നുള്ള ഒരു പുരുഷ വിനോദസഞ്ചാരിയെ കുറ്റവാളികൾ തുംഗഭദ്ര കനാലിലേക്ക് തള്ളിയിട്ടു. ഒപ്പമുണ്ടായിരുന്ന മറ്റ് 2 പേർ, ഒരാൾ US-ൽ നിന്നും മറ്റൊരാൾ മഹാരാഷ്ട്രയിൽ നിന്നുമുള്ള പുരുഷ വിനോദസഞ്ചാരികൾക്കും പരിക്കേറ്റു. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് ലോകത്തിനു മുന്നിൽ ഇന്ത്യയെ നാണം കെടുത്തിയ ഈ ഒരു സംഭവം. FIR-ൽ പറയുന്നതനുസരിച്ച് 4 വിനോദസഞ്ചാരികളും അവർ താമസിച്ചിരുന്ന ഹോം സ്റ്റേയുടെ നടത്തിപ്പുകാരിയും സനാപൂർ തടാകത്തിന് സമീപം അത്താഴത്തിന് ശേഷം കനാലിനടുത്ത് സംഗീതവും നക്ഷത്ര നിരീക്ഷണവും ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയം മോട്ടോർ സൈക്കിളിൽ വന്ന 3 പേർ പെട്രോൾ എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചുകൊണ്ട് അവരെ സമീപിച്ചതായി ഹോം സ്റ്റേ ഉടമ പരാതിയിൽ പറയുന്നു. സമീപത്ത് പെട്രോൾ പമ്പുകൾ ഇല്ലെന്ന് അവർ അറിയിച്ചപ്പോൾ പ്രതികളിൽ ഒരാൾ 100 രൂപ ആവശ്യപ്പെടുന്നു ഇവരോട്. 5 പേരും പണം നൽകാൻ വിസമ്മതിച്ചപ്പോൾ കന്നഡയും തെലുങ്കും സംസാരിക്കുന്ന 20-നും 25-നും ഇടയിൽ പ്രായമുള്ള പ്രതികൾ അവരെ ആക്രമിക്കുകയായിരുന്നു. അമേരിക്കക്കാരനായ ഡാനിയൽ പിറ്റാസ്, മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്നുള്ള പങ്കജ് പട്ടീൽ, ഒറീസയിൽ നിന്നുള്ള ബിബാഷ് എന്നീ പുരുഷ വിനോദസഞ്ചാരികളെ കനാലിലേക്ക് തള്ളിയിട്ടു. യുവതികളെ അതിക്രൂരമായി കൂട്ടബലാത്സംഗം ചെയ്തു. ശേഷം വിനോദസഞ്ചാരികളിൽ നിന്ന് 2 മൊബൈലുകളും 9,500 രൂപയും കൈക്കലാക്കി അക്രമികൾ ഓടി രക്ഷപ്പെട്ടു. അക്രമികൾ കനാലിലേക്ക് തള്ളിയിട്ട ഡാനിയലും പങ്കജും നീന്തി രക്ഷപ്പെട്ടു. എന്നാൽ ബിബാഷ് മരിച്ചു. കെനൈൻ സ്ക്വാഡുകളും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ചേർന്ന് ഏറെ നേരം നടത്തിയ തിരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഗംഗാവതി റൂറൽ പോലീസ് സ്റ്റേഷനിൽ ഭാരതീയ ന്യായ സംഹിത പ്രകാരം കൊള്ളയടിക്കൽ, കവർച്ച അല്ലെങ്കിൽ മരണമോ ഗുരുതരമായ പരുക്കോ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചുള്ള കവർച്ച, കൂട്ടബലാത്സംഗം, കൊലപാതക ശ്രമം എന്നീ വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. 2 സ്ത്രീകളും ആശുപത്രിയിൽ ചികിത്സയിലാണ്, പോലീസ് കൂട്ടിച്ചേർത്തു. പ്രതികളെ തിരിച്ചറിഞ്ഞതായും 6-അംഗ ടീമായി തിരിഞ്ഞ് ഇവരെ പിടികൂടാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നും പോലീസ് അറിയിച്ചു. സ്ത്രീ ശാക്തീകരണത്തിന്റെ മറ്റൊരു ആഘോഷ ദിനത്തിലാണ് നമ്മൾ. പക്ഷേ സ്ത്രീ സുരക്ഷയ്ക്ക് ഇനിയും എത്ര ദൂരം? ഒരു വിദേശ വനിത നേരിട്ട ദുരനുഭവം നാടിന് തന്നെ അപമാനമാണ്. അതിഥി ദേവോ ഭവ എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന നമുക്ക് അപമാനഭാരം പേറി തല താഴ്ത്താനേ നിർവാഹമുള്ളൂ.